ഹലോ ഗൈസ്, അവിടെ ചെടിയിലൊന്നും ചവിട്ടുന്നത് കേട്ടാ. ഞങ്ങളങ്ങനെ കലവൂരുള്ള വീട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ചേച്ചിയാണിത്, ഞങ്ങളുടെ മമ്മിയമ്മയും എൻ്റെ അമ്മയും കൂടിയാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഇതെന്താ അമ്മീ നട്ടിരിക്കണത്? ഇതെന്ത് പയറാണോ? ഇതോ ഇവിടെയോ? ഒന്നും ചവിട്ടിക്കളയരുത് കേട്ടാ പൊന്നാ. എന്തോ ബാവക്കുട്ടന് ഇവിടെയൊക്കെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പുറത്ത് നിറച്ച് ചീരയല്ലേ അമ്മി? ജൂലൈ മാസങ്ങളിൽ ഇവിടെ നിറയെ വെള്ളമായിരിക്കും. പക്ഷേ ഒരു ഡിസംബറോടുകൂടി വെള്ളമൊക്കെ പറ്റി ഇവിടെ കൃഷിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ചീരയും കപ്പയൊക്കെ നട്ടിരിക്കുന്നത് കണ്ടോ ഗൈസ്? കറി വെക്കാൻ വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാം. വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാം. ഫോട്ടോ കാണുന്നില്ലല്ലോ അമ്പലത്തിൽ പോകാനായിട്ട്. വീടുണ്ട്, ഞങ്ങൾക്ക് വീടില്ല. അത് കറി വെച്ചാണ് കഴിക്കണത്. തിരിച്ചു നമുക്ക് അമ്മമ്മ കൊണ്ട് കൊടുക്കാറുണ്ട്, സഞ്ചിയിലാക്കി അത് പള്ളിപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് കറി വെച്ച് തിന്നാം. അച്ചക്കും കൊടുക്കണം. അല്ല അമ്മ, അച്ചക്കും കൊടുക്കണം. അച്ചക്ക് കൊടുക്കാതെ ഇപ്പുറത്തും ഇപ്പുറത്തും പാടുമാണ് ഗൈസ്. ഇതിനടി അടിപൊളി. അതിനൊരു ഫോട്ടോ എടുത്തേക്ക്. മമ്മനെ വിളിക്ക്. പപ്പരങ്ങ, മുളക് ഒക്കെ ഇവിടെ ധാരാളം ഉണ്ട് ഗൈസ്. കാണിച്ചു വിടാം നമുക്ക്. മമ്മ കൊടുക്ക്. മമ്മ ഒരു സഞ്ചിയിലാക്കി വെച്ചേക്കാൻ പറ. ആദ്യം വന്നു വാ ബാബ. ഇതാണ് പ്രശസ്തമായ മാരകുളങ്ങര അമ്പലം. ഞങ്ങളിപ്പോൾ കലവൂരെത്തിയിരിക്കണം ഗൈസ്. കൊച്ചിയല്ല എന്ന് പറയുന്നത് എന്തോ കലവൂരൊക്കെ ഒരുപാട് മാറിയിരിക്കുകയാണ് ഗൈസ്. മധുരം ഉണ്ടാ? കഴിച്ചോ. അമ്മച്ചിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ ഭയങ്കര ജാടയാണ്. ഇരിക്കട്ടെ,
ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാന്താരി അത് നടാൻ കേട്ടാ. കളയാതെ മണ്ണ് പോകും. ആ പേപ്പറിൽ ഒരു കവറിനകത്താക്കിയത്. ഒരു കവറിനകത്ത് കവറുണ്ട്. ഗൈസ് ഞങ്ങൾ ചീര പറിക്കാൻ പോവുകയാണ്. മമ്മിയുടെ അടുത്ത് ചെല്ല് ഒരുമിച്ച് ചീര പറിക്കണ്ട. നമ്മുടെ ചീരയുടെ ടേസ്റ്റ് പയറുമായിട്ട് വയ്ക്കാം. പയറുമായിട്ട് വയ്ക്കാം. അമ്മയമ്മ അമ്മ മണ്ണ് കളയാ. മണ്ണൊന്നും വരണ്ട ചക്ക. എന്നിട്ട് അരച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ഒരുപാട് ബാല്യകാല സ്മരണകളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. കുട്ടിക്കാലത്ത് ഒരുപാട് ഓടി നടന്ന് കളിച്ച സ്ഥലമാണിത്. പൊന്നങ്ങി വാ. ഞാനൊക്കെ ഓടി നടന്ന് കളിച്ച സ്ഥലത്ത് ഇപ്പം എൻ്റെ പാവക്കുട്ടനും നിൽക്കുകയാണ്. പൊന്നോ ഒരുപാട് സന്തോഷമാണ് ഇലമ്പഴിക്ക് നടക്കുമ്പോൾ. മനസ്സിൻ്റെ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ പോകും. ഒന്നും പറിച്ചിട ചെയ്തിട്ട് മമ്മിയമ്മ കഷ്ടപ്പെട്ട് മമ്മിയമ്മയും അമ്മമ്മയൊക്കെ കഷ്ടപ്പെട്ട് നട്ടൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഏയ് അങ്ങനെ ചീര വിളവെടുത്ത് കഴിഞ്ഞു ഗൈസ്. വിളവെടുത്ത ചീര കണ്ടോ ഗൈസ്? ഒരു മായവും ചേർക്കാത്ത ചീര, ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത ചീരയാണത്. തക്കാളിയൊക്കെ വലുതായിട്ട്, തക്കാളിയൊക്കെ നമുക്ക് വീട്ടിൽ നടാം. പഴുത്തിട്ടല്ല അമ്മീ തക്കാളി പറിക്കണേ. ഇത് പഴുക്കുമായത് അവിടെ പോയിട്ട് നീ പറിച്ചെടുത്ത അല്ല പഴുക്ക. അത് തനിയെ പഴുത്തുള്ളൂ. സാരി